അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഈസ്റ്ററും എത്തിയില്ലേ. ഇനിയിപ്പോ ഒരാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സൺഡേ എന്ന് പറയുമ്പോൾ ഈസ്റ്റർ ആയി. ശനി ഞായർ തൊട്ട് ഒരു വലിയ ആഴ്ച അല്ലെങ്കിൽ ഹോളി വീക്ക് എന്നാ നമ്മൾ പറയാം. അതായത് എല്ലാ ദിവസങ്ങളും നമുക്ക് ഒരുപാട് സ്പെഷ്യലാണ്. അതായത് ഓശാന ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച നമുക്ക് കുരുത്തോലയൊക്കെ വാങ്ങിക്കുന്ന ദിവസം, നമുക്ക് കിട്ടുന്ന ദിവസം. അതുപോലെ നമ്മൾ അന്ന് ഉണ്ടാക്കുന്ന മെയിൻ ഒരു പലഹാരം കൊഴുക്കട്ട ഉണ്ടാക്കും. അങ്ങനെ ഓശാന തൊട്ട് പിന്നെ എന്താ പറയുക 50 ദിവസം നമ്മൾ പല ആളുകൾക്കും നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനി വരുന്ന ഈ ഒരാഴ്ച, അതായത് 50 നോമ്പിന്റെ ആ വലിയ ആഴ്ച എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഈ ഒരാഴ്ചയെങ്കിലും ഒട്ടുമിക്ക എല്ലാവരും നോമ്പെടുക്കാനായിട്ട് നോക്കാറുണ്ട്. കാരണം ഇത്ര ദിവസം പറ്റിയില്ലെങ്കിലും വെള്ളിയാഴ്ച എന്നാണ് പറയാ. നമ്മൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ പള്ളിയിൽ കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രിസ്മസിനേക്കാളും ഒരു പൊടിക്ക് ചിലപ്പോൾ കൂടുതൽ ഇഷ്ടം ഈസ്റ്റർ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാ ദിവസവും ഓരോ സ്പെഷ്യലാണ്. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിന്റെ അന്ന് മാത്രമാണ് നമുക്ക് അതിന്റെ ആ ഒരു കാത്തിരുന്ന ക്രിസ്മസ് ആവുന്നതിന്റെ ഒരു സന്തോഷം എന്നുണ്ടെങ്കിൽ, ഓശാന ഞായർ തൊട്ട് ഈസ്റ്റർ ആ ഒരാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പള്ളിയിൽ പോകണം. അതുപോലെ പിന്നെ പരിഹാര പ്രദക്ഷിണ ഉണ്ട്. പിന്നെ പെസഹ-വ്യാഴത്തിന്റെ അന്നാണെങ്കിലും നമ്മൾ അപ്പം മുറിക്കല്, പാല് കുറുക്കല്, അങ്ങനെ പിന്നെ ഈസ്റ്ററിന്റെ തലേന്ന് ദുഃഖശനിയാഴ്ച ആണെങ്കിൽ ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങള്, പിന്നെ ഈസ്റ്റർ അങ്ങായി. അപ്പൊ ആ ഒരാഴ്ച എന്ന് പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ക്രിസ്മസിനേക്കാളും കുറച്ചും കൂടി ഒരു പൊടിക്ക് ഈസ്റ്ററിനോടാണ് കൂടുതൽ ഇഷ്ടം. ഓശാന ഞായർ ആവുമ്പോ ഓശാന ഞായറിന്റെ തലേ ദിവസം, അതായത് ശനിയാഴ്ച നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട. അപ്പൊ നമ്മുടെ വീട്ടിലും ഞാനത് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പണികളായിട്ട് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു ഫില്ലിംഗ് ഉണ്ട്, അത് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശർക്കര ഉരുക്കിയിട്ടുള്ളതാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ അതിലേക്ക് നാളികേരം കൂടി വേണം. അപ്പൊ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 1.25 കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ശർക്കര പൊടിച്ചിട്ടുള്ളത് എടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് അത് ശർക്കര വെള്ളം പോലെ ഉരുക്കിയെടുക്കും. അപ്പൊ അതിലേക്ക് പിന്നെ എന്താ പറയാ, നമ്മൾ ഉരുക്കുന്ന ഈ മേടിക്കുന്ന ശർക്കര നല്ലതായതുകൊണ്ട് ഞാൻ പിന്നെ അത് അരിക്കാറില്ല. ഇനിയിപ്പം കുറച്ച് അതില് എന്താ പറയാ പൊടി മഴുക്ക് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഇതാണെന്ന് തോന്നുകയാണെങ്കിൽ അരിച്ചിട്ട് വേണം പിന്നെ നമ്മൾ അതിന്റെ ആ ഒരു ഉരുക്കിയിട്ടുള്ളത് എടുക്കാനായിട്ട്. ഇപ്പൊ ഞാനിവിടെ എടുക്കുന്നത് ഇതേപോലത്തെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ ചെറിയ ചെറിയ ശർക്കര. അപ്പൊ എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഇങ്ങനത്തെ ആവില്ല എന്ന് തോന്നണേ, കുറച്ചുകൂടി വലുതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ഉണ്ടാവായിരിക്കും. നമ്മൾ സാധാരണ ഇപ്പൊ ഇങ്ങനത്തെയാണ് മേടിക്കാറുള്ളത്, ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസായിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്കൊരു 1.25 കപ്പ് നമുക്ക് ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ഞാനത് നമ്മളിങ്ങനത്തെ ഈ ഇടിക്കല്ല് പോലത്തെ അതുണ്ടല്ലോ, അപ്പൊ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വെള്ളത്തിനൊന്ന് പൊടിച്ചെടുക്കാറുള്ളത്. നമ്മൾ ഈ എടുത്തിട്ടുള്ള ബെല്ലം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ പീസ് ആയതുകൊണ്ട് ഞാൻ ഇതിലാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് തന്നെ അത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അധികം ടൈം എടുക്കാണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റാറുണ്ട്. നല്ല രീതിക്ക് മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസം മഴയൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് ചിലപ്പോൾ ലൈറ്റ് കുറവുണ്ടാവായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ നമുക്ക് ഇതിങ്ങനെ പൊടിക്കാനായിട്ടുള്ളതിന് പൊടിച്ചിട്ട് എടുക്കാനായിട്ടുള്ള കറക്റ്റ് അളവ് എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല കേട്ടോ. അങ്ങനെ കറക്റ്റ് മെഷറിംഗ് കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നമ്മുടെ സാധാരണ ചായക്കപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ എടുത്തിട്ടാണ് എല്ലാ അളവും ഞാൻ ആ ഒരു കപ്പിൽ തന്നെ എടുക്കും. അപ്പൊ 1.25 പറയണതും അല്ലെങ്കിൽ 1/4 കപ്പ് പറയണ അളവും അല്ലാതെ അതിപ്പോ ഈ നമ്മുടെ മെഷറിംഗ് കപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കപ്പ് അല്ലെങ്കിൽ ഏത് ഗ്ലാസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മെഷർമെന്റും പറയുമ്പോൾ സെയിം ആ ഒരു ഇത് തന്നെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ കറക്റ്റ് ഇതിൽ തന്നെ കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറുള്ളത്. കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള വെള്ളം നമുക്കൊരു 1.25 കപ്പ് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതിപ്പോ ഈ ഒരു കപ്പിലാണ് ഞാൻ എൻ്റെ എല്ലാ മെഷർമെന്റും എടുക്കണത്. അപ്പൊ ഞാനിപ്പോ ഒരു 1.25 കപ്പ്, കുറച്ചൊരു പൊടിക്ക് കൂടുതലുണ്ട്, അത് കുഴപ്പമില്ല. എന്തായാലും ഇത് ടേസ്റ്റ് ഉണ്ടാവല്ലോ. കുറച്ച് മധുരമായിട്ട് കഴിക്കുന്ന അതായതുകൊണ്ട് തന്നെ ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ 1.25 കപ്പ് ശർക്കരയും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിലേക്ക് നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതാവും ചെയ്യണം. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് അത് ഇങ്ങനെ ശർക്കര പാനി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതിലേക്ക് ആയി കിട്ടണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബെല്ലം നല്ല ബെല്ലം ആയതുകൊണ്ട് നമുക്ക് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ നല്ലതല്ല, അതിൽ കുറച്ചിങ്ങനെ പൊടിയും ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ. പിന്നെ ഒന്നും കൂടി നന്നായിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട്. അങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഒരു കുറച്ചും കൂടി നമ്മുടെ ഈ ഫ്ലെയിം ഒന്ന് കുറച്ചിടാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാവുമല്ലോ. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറച്ചൊന്ന് ഇങ്ങനെ തിക്കായിക്കോട്ടെ. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് 2 മിനിറ്റ് ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. 2 കപ്പാണ് ഞാൻ എടുക്കണേ, ആ ഒരു സെയിം മെഷർമെൻറ്റ് കപ്പിൽ തന്നെ. ഇങ്ങനെ ആ വെള്ളത്തിലത്തെ വെള്ളമൊക്കെ നാളികേരമൊക്കെ ഇട്ടിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റും കൂടിയും ആക്കി കഴിഞ്ഞപ്പോൾ നന്നായി ഉരുകി നന്നായിട്ട് രണ്ടും കൂടിയിട്ട് നല്ലോണം എന്താ പറയുക മിക്സ് ആയിട്ടുണ്ട്. നാളികേരവും വെള്ളമൊക്കെ, വെള്ളമാണെങ്കിലും നന്നായി വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ഫുള്ള് ഡ്രൈ ആക്കണ്ട, എന്നാലും ആ നാളികേരത്തിലത്തെ ആ വെള്ളം ഒന്ന് വറ്റണമെന്നുള്ളൂ. ഈ ഒരു ഇതാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടിച്ച് ചേർക്കാനായിട്ട് ചിലവർ ചുക്ക് ചേർക്കാറുണ്ട്, പിന്നെ അതുപോലെ ഏലക്കായ അതൊക്കെ ഇടും. അപ്പം ഞാനിതിലേക്ക് ഏലക്കായ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. എനിക്ക് ആ ഒരു, അല്ലെങ്കിൽ ചിലവർ ജീരകം, ഇപ്പോൾ ഇതിൽ ജീരകം ഇടുന്നത് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ജീരകം ഒന്നും ഇടുന്നില്ല. ആകെ നമ്മുടെ ഏലക്കായ ഒരു 5-6 എണ്ണം എടുത്തിട്ട് അതിൻ്റെ തൊണ്ട്, ആ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇത് മാത്രം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഒരു മിനിറ്റും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കാം. ലൈറ്റ് ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ നല്ല മഴയുണ്ട് ഇവിടെ, മഴയും അത്യാവശ്യം ചെറിയ രീതിയിൽ ഇടിവെട്ടും ഉണ്ട്. അപ്പം അത് കാരണം ലൈറ്റ് കുറവുള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവ് തോന്നുന്നുണ്ടാവും. എന്തായാലും ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കറിയാമല്ലോ, അരിപ്പൊടി കുഴച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ആക്കി ആ ഒരു ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ നടുക്കിലൊരു നമ്മുടെ വിരലോണ്ട് തന്നെ ഒരു കുഴി പോലെ ആക്കിയിട്ട് നമ്മുടെ ഈ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിങ്ങനെ ബോൾ പോലെ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ കൊഴുക്കട്ട അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ അരിപ്പൊടി എങ്ങനത്തെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കണം നമ്മൾ വറുത്തിട്ടുള്ള നല്ല നൈസ് പൊടി ഉണ്ടാവല്ലോ, വറുത്തിട്ടുള്ള അരിപ്പൊടി. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ അപ്പം ഇടിയപ്പം പൊടി എന്നൊക്കെ പറഞ്ഞിട്ട്, അരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലുലുലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു സെയിം തന്നെയാണ് കേട്ടോ, റോസ്റ്റഡ് ആയിട്ടുള്ള അരിപ്പൊടി. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് 2.5 കപ്പ് അളവ് ആദ്യം എടുക്കാം. എന്നിട്ട് സെയിം നമ്മൾ എത്ര അളവാണ് അരിപ്പൊടി എടുക്കണേ അത്ര അളവ് തന്നെ വെള്ളവും നന്നായി തിളപ്പിച്ചെടുക്കുക. കാരണം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെള്ളം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു സെയിം തന്നെ. അപ്പൊ നമ്മൾ 2.5 കപ്പാണ് ഞാനിപ്പോ ഇവിടെ എടുക്കണത് എന്നുള്ളതുകൊണ്ട് 2.5 കപ്പ് അളവ് തന്നെ വെള്ളം എടുത്തിട്ട് നമുക്കത് തിളപ്പിക്കാനും വെക്കാം. സെയിം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ കപ്പിൽ തന്നെ 2.5 കപ്പ് ഞാൻ അളന്നെടുക്കാണ് കേട്ടോ പൊടി. ഇനിയിപ്പോൾ ഇതിൽ പൊടി കുറച്ച് കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം കൂടി പോയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, പൊടി കൂടി പോയെങ്കിൽ വെള്ളം കുറച്ച് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം കൂടിയെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമുക്കത് കറക്റ്റ് ആ ഒരു ഇതിലേക്ക് ആക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിപ്പോൾ 2.5 കപ്പ് തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഈ പൊടിയിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്നതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒരു സ്പൂൺ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാനത് കൈ കൊണ്ട് നന്നായി ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ, കൈ കൊണ്ടല്ല സ്പൂൺ കൊണ്ടാക്കിയിട്ടുണ്ട്, ഇനി കൈ കൊണ്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കണം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണ് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. അപ്പം നെയ്യിൻ്റെ ഫ്ലേവർ നമുക്ക് അത്ര ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഇട്ട് കൊടുക്കണേ.
അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കാന്ന് വിചാരിച്ചു. കൈ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇതൊക്കെ ആയപ്പോൾ ഒന്ന് മൈലാഞ്ചി ഇടാൻ തോന്നിയിട്ട് ഇട്ടതാണ്. പക്ഷെ ഇടണ സമയത്ത് ഇഷ്ടമാണ്, പക്ഷെ അത് പിന്നെ പോയി തുടങ്ങുമ്പോൾ കാണാൻ വലിയ രസം ഉണ്ടാവില്ല. അപ്പം എന്തായാലും ഞാൻ നമുക്കിങ്ങനെ കയ്യിൽ ഒട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഇതുണ്ടാക്കണേക്കാളും മുന്നേ കയ്യിലൊന്ന് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ പിന്നെ അത് ഒട്ടാതെ നമുക്ക് കിട്ടും. അരിപ്പൊടിയൊക്കെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം ഒട്ടുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കിയപ്പോൾ കുഴപ്പമില്ലാണ്ട് നമുക്ക് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് വേണം പിന്നെ അതിനുള്ളിലേക്ക് നമ്മൾ ചെറിയ ഒരു ഹോള് പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ഈ ഫില്ലിങ് വെച്ചിട്ട് ഒന്നും കൂടിയും അതിനെ ബോളാക്കിയിട്ട് വീണ്ടും എടുക്കാനായിട്ട്. ഈ കൊഴുക്കട്ട എന്താണ് ഈ ബോൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഉരുണ്ട ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ നോക്കിയപ്പോൾ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈശോനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ആളുകൾ കല്ലെടുത്ത് എറിഞ്ഞൂല്ലോ. അപ്പോൾ ആ ഒരു കല്ലിൻ്റെ ആ ഒരു ഇതാണ് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലാക്കണേന്നാണ് ഇതിൻ്റെ ഇതിൽ ഞാൻ കണ്ടത്. അതങ്ങനെ എത്രത്തോളം കറക്റ്റാണെന്നൊന്നും അറിയില്ല. നമ്മൾ ബോളൊക്കെ ആക്കിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ബോൾ എടുക്കുക, നമ്മളാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുക്കിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കറക്റ്റാക്കി ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ എല്ലാ സൈഡിലേക്കും ഏകദേശം ഒരേ തിക്നെസ് പോലെ കിട്ടും. അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം മാവ് ഇങ്ങനെ കൂടുതൽ കട്ടിയുള്ള പോലെ തോന്നും, കുറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാ സൈഡിലേക്കും കറക്റ്റ് ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഈക്വൽ ഇതായിട്ട് നമുക്ക് വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നേരത്തെ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫില്ലിങ് കുറച്ച് ഇതിലേക്ക് ആക്കാം. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. സ്പൂൺ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്തായാലും നമ്മുടെ കൈ ഇപ്പോൾ നമ്മളിപ്പോൾ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുള്ള കൈയാണെന്ന് നമുക്ക് തന്നെ അറിയാലോ. എന്നിട്ട് നമുക്കത് വീണ്ടും ആ സൈഡൊന്ന് ക്ലോസ് ചെയ്യാം, എല്ലാ സൈഡിൽ നിന്നും മാവാക്കിയിട്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് അതിനൊന്നും ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒരു ബോളിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കാം. എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുക. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വേവിച്ചെടുക്കുന്ന ടൈമിൽ അതിങ്ങനെ എന്താ പറയുക പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ നോക്കിയിട്ട് അത് എല്ലാ സൈഡിലേക്കും ഈക്വലാക്കിയിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. ബോളൊക്കെ ആക്കിയിട്ട് നല്ല ഉണ്ടയാക്കിയിട്ട് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്കതിനെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ എന്താ സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമർ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇഡ്ഡലി പാത്രം ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു പാത്രത്തിൽ ഒരു അത്യാവശ്യം കുറച്ചധികം വെള്ളം എടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് നേരം എടുക്കും ഇത് റെഡിയായി വരാനായിട്ട്. അപ്പം അതുകൊണ്ട് ആദ്യം അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ആവി വന്നു തുടങ്ങുമ്പോൾ നമുക്കൊരു പാത്രം എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ആ ബോളൊക്കെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്റ്റീമറാണ് ഞാൻ. അപ്പം അത് പണ്ടൊട്ടേ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് തന്നയച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം നമുക്ക് വെള്ളം എടുക്കാം. കാരണം ഇത് ഇനി വെള്ളം ഇല്ലാണ്ട് ഇത് എന്താ പറയുക കരിഞ്ഞ് ഇതാവണ്ടെന്ന് വെച്ചിട്ട്, വെള്ളം ഇല്ലാണ്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം വെള്ളം എടുത്തിട്ട് നമുക്കിത് വെക്കാം. ഇപ്പം ഞാൻ സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിന്ന് ചെറുതായിട്ട് ഇതുപോലെ ആവി വന്ന് തുടങ്ങുമ്പോൾ മാത്രം നമുക്കത് മൂടി വെച്ചിട്ട് എന്നിട്ട് ഒരു 10-12 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും അത് ആവാം. അപ്പോൾ സ്റ്റീമറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, രണ്ട് സൈഡിൽ നിന്ന് സ്റ്റീമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്കത് ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിച്ചോളൂ. സ്റ്റീമറിൽ ആവി ആയതുകൊണ്ട് കൈമയ്ക്കൊന്നും തട്ടാതെ സൂക്ഷിച്ച് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. കണ്ടല്ലോ, എന്തായാലും നമ്മുടെ നല്ല രീതിയിൽ പൊട്ടാതെ തന്നെ കറക്റ്റ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. പൊട്ടാതെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഞാൻ ഒരെണ്ണം അതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. നമ്മൾ എല്ലാ ഭാഗവും ഒരേപോലെ ആക്കിയിട്ട് ഇത് ചെയ്യണം. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഞാൻ ആ കടിക്കുമ്പോ അതിന്റെ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവും തോന്നുന്നു. അത് ഒട്ടും ഹാർഡായിട്ടില്ല, കടിക്കുമ്പോഴേക്കും നന്നായി അലിഞ്ഞു വരുന്ന പോലെ തന്നെ കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ടാക്കുന്ന സെയിം ഒരു ഇത് തന്നെയാണ്, ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിന് അതിന് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓശാന ഞായർ ആശംസകളൊക്കെ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എപ്പോഴും പറയണ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.